ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്ക് ഇത്തരം ചിന്തകളൊന്നും ഇല്ലെന്നാണോ നീ പറയുന്നേ? അങ്ങനെ അല്ലിച്ചായ, ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ കുടുംബമായി എന്ന് കേൾക്കുമ്പോൾ ആരായാലും ചിന്തിക്കില്ലേ? നീ പറയുന്നതൊക്കെ ശരി തന്നെ. ഓരോരുത്തര് പഠിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിയാൽ അവരവർക്ക് കൊള്ളാം. പഠിച്ചോട്ടെ, കെട്ടിച്ചുവിട്ടാലും പഠിക്കാമല്ലോ. ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ കുട്ടികളും പഠിക്കുന്നില്ലേ? എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടോ? എൻ്റെ മനസ്സിൽ ചില കണക്കൂട്ടിലൊക്കെ ഉണ്ട്. അത് നടക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് നടക്കും. നീ നോക്കിയോ. എന്നേലും കെട്ടിച്ചിട്ട് കാര്യമുണ്ടോ? നല്ല പ്രായത്തിൽ കെട്ടിയാലേ നല്ല ചെക്കന്മാരെ കിട്ടത്തുള്ളൂ. എന്നിട്ട് എനിക്ക് നിന്നെ അല്ലേ കിട്ടിയുള്ളൂ. തവിച്ച് കുട്ടി കേട്ടോ. അമ്മോ, പേടിപ്പിച്ചോ. എന്നെ കെട്ടുകൊണ്ട് ഇത്ര കുഴപ്പം എന്താ? നീ രക്ഷപ്പെട്ടില്ലേ? തമാശ പറയില്ലേ, പിള്ളേരെ കിടത്തിരിക്കും. പിന്നെ പിള്ളേരെ കണ്ടാ ചിരിക്കും. ഞാനുള്ള പരമാർത്ഥ പറഞ്ഞു. പിന്നെ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴിക്ക് രണ്ടാളും രാധയുടെ അമ്മയെ കണ്ടു. അതിനുശേഷമായി ബോധോദയം. അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെ അടി. ഒരു പ്രായം എത്തിക്കഴിഞ്ഞ പെൺമക്കളെ കെട്ടിച്ചുവിടാനേ നോക്കൂ. പക്ഷെ പപ്പയടുത്ത മമ്മിയുടെ പണിയൊന്നും നടക്കില്ല. ഏതാണ്ട് എന്റെ കാര്യം അതുപോലൊക്കെയാ. പക്ഷെ എപ്പോഴും ഒരുപോലെ ഇരിക്കില്ലല്ലോ. എന്നാ പിന്നെ നമ്മുടെ മസിൽമാൻ ആയാലോ? ജിം ജിം ജിം. ദേ, ജിമ്മിന് 100 ആയിസ. ഹലോ, ജെനിയും രേണുവല്ലേ? എങ്ങനെ മനസ്സിലായിന്നാവും? ജോസേട്ടന്റെ മകൾ, സേതുവേട്ടന്റെ മകൾ, കൃത്യമല്ലേ? അതെ, അതാണ് ഞാൻ. ഐ ആം വിഷ്ണു. കമ്പനിയുടെ എക്സ്പോർട്ട് ലൈസൻസ് ശരിയാക്കാൻ വന്ന ആള്. സ്വദേശം പാലക്കാട്, ഇപ്പൊ ബാംഗ്ലൂർ. എങ്ങനെ അറിഞ്ഞൂന്നായിരിക്കും. അതാണ് ഞങ്ങൾ. നിങ്ങൾ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു കേട്ടോ. കൊടുകൈ ന്യൂജൻ അല്ല അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ചമ്മി. ഇവിടെ എന്താ പരിപാടി? വെറുതെ. എന്നാ വരട്ടെ. ഇനിയും കാണാം ഇതിലെ പോകുമ്പോ. എന്തിന്? അല്ല, ഇതിലെ പോകുമ്പോ വെറുതെ. ശരി ശരി. സാലി, ഇന്നലത്തെയും ആ പാക്കിംഗ് സെക്ഷനിലെ കണക്കുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്ക് കേട്ടോ. ഞാൻ ബാങ്ക് വരെ പോയിട്ട് വരാം. ശരി സർ. സുന്ദരി സാലി, അത് ശരി. നമസ്കാരം. ഫാക്ടറി കോമ്പൗണ്ടിൽ സിഗരറ്റ് വലിക്കരുതെന്ന് അറിയത്തില്ലേ കുഞ്ഞച്ചാ? അതുകൊണ്ടല്ലേ സാലിക്കുട്ടി ഞാൻ കളഞ്ഞത്. സാറ് കാണണ്ട. പിന്നെ കണ്ടാലും ഈ കുഞ്ഞച്ചനെ സാറൊന്നും പറയത്തില്ല. അപ്പൊ പിന്നെ സാലിക്കുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. എന്ത് വിശേഷം? നമ്മളിങ്ങനെ ഉരുണ്ടും പരണ്ടും ഒക്കെ പോകുന്നു. പിന്നെ ഈ ഫാക്ടറിയിലെ സ്റ്റോക്ക് ഒക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ കൃത്യമാക്കി തരുവോ? പിന്നെന്താ, സാലിക്കുട്ടി പറഞ്ഞ ഞാൻ എന്ത് വേണേലും ചെയ്യും. ബൈ ദ ബൈ, സാലിക്കുട്ടി അവിടുന്ന് താമസം മാറിയെന്ന് കേട്ടു. അതെന്താ? എന്റെ ദൈവമേ, അവിടെ കുറെ അവന്മാരുടെ ശല്യവാ. രാത്രിന്നില്ല പകലെന്നില്ല. അല്ല, കുഞ്ഞച്ചനെങ്ങനെ അറിഞ്ഞു? ഞാൻ അവിടെ പോയപ്പോ എന്നോട് ആരോ പറഞ്ഞതാ. പിന്നെ സാലിക്കുട്ടി അവിടുന്ന് മാറിയത് എന്തുകൊണ്ടും നന്നായി. ഇപ്പൊ എവിടെ താമസം? അറിയണോന്ന് ഭയങ്കര നിർബന്ധമാണോ? വെറുതെ അറിഞ്ഞിരിക്കാനാ. എന്താ കാര്യം എന്ന് വെച്ചാ വല്ലപ്പോഴും അതുവഴി വരുമ്പോ അവിടെ കയറി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാന്ന് വിചാരിച്ചാ. അതെ അതെ, നല്ല കാര്യമാ. നിർബന്ധമാണെങ്കിലേ വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയോട് ചോദിച്ചാ മതി. ചേച്ചി എനിക്ക് വീടെടുത്ത് തന്നത്. അവള് പുറത്തിറങ്ങി എനിക്കിട്ട് പണി തുടങ്ങിയോ? കർത്താവേ, ഇന്നും ജീവൻ പറ്റിച്ചു. ഇതാ ഞാൻ പറയുന്നത്, നമുക്കൊരു 2 വീലർ അത്യാവശ്യമാണ്. അത് നമ്മൾ മാത്രം വിചാരിച്ച പോരല്ലോ, വീട്ടുകാരും കൂടി വിചാരിക്കണ്ടേ? എവിടെയെങ്കിലും പോയി ഉരുണ്ട് വീണാലൊന്ന് പേടിച്ചിട്ട്. പിന്നെ ഈ ലോകത്ത് വേറെ ആരും വണ്ടി ഓടിക്കാത്ത പോലെ. കോളേജിൽ നിന്നാവൂല്ലേ? ആണെങ്കിൽ ഇയാൾ എന്തിനാ ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്? അയ്യോ, അതെപ്പോ ഞാൻ എടുത്തിട്ടില്ല. ദേ,
കള്ളം പറയല്ലേ, ഞാൻ കണ്ടതാ ഇയാൾ ഫോട്ടോ എടുക്കുന്നത്. ഓ അതാണോ? അത് ഞാൻ ഈ തോട്ടത്തിന്റെയൊക്കെ ഫോട്ടോ എടുക്കായിരുന്നു. ഹലോ, വീണെടുത്ത് കിടന്നുള്ളല്ലേ, മര്യാദക്ക് എടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യ്, അതാ അയാൾക്ക് നല്ലത്. എടുത്തേക്ക് മാത്രമല്ലേ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ നിങ്ങളെ ഫോട്ടോ എടുക്കുന്നേ? ആ മസിൽമാൻ വിഷ്ണു ആവശ്യമില്ലാതെ അവന്റെ മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചുമ്മാ വെറുതെ തമാശക്കായിരിക്കുന്നേ. അല്ല ഏട്ടാ, കാര്യായിട്ടാ. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ജീവനോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവനിവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കാം. ഫാന്റാസ്റ്റിക്. ഇങ്ങനെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ? പിന്നെ താഴോട്ട് പോയ ഇതിലും നല്ല സ്ഥലങ്ങൾ കാണാം. അങ്ങോട്ട് പോകുന്നോ? അവിടെ ആവുമ്പോ കാണാൻ കൊള്ളാവുന്ന ധാരാളം പെൺകുട്ടികളുണ്ടാവും. പലപ്പോഴായിട്ട് ചാടിച്ചെത്തവര് കൂടുതലും പെൺകുട്ടികളാടോ. എന്താ പോണോ? താനെന്താ തമാശ പറയാ? തമാശക്കല്ല, കാര്യമായിട്ടാ. നീ ആ ഫോൺ എടുക്ക. ചോദിച്ചത് കേട്ടില്ലേ? ഫോൺ എടുക്കടാ. തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ കാണോടാ. വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. എന്നാ എടുക്കടാ. ദാ, ഇത് പിന്നെ ആരെടുത്ത ഫോട്ടോ ആടാ? പറയടാ. സോറി, ഞാനൊരു തമാശക്ക് എടുത്തതാ. നീ പെമ്പിള്ളേരുടെ ഫോട്ടോ എടുത്തിട്ടാണോടാ തമാശ കാണിക്കുന്നത്? ദേ, ഇത് സ്ഥലം വേറെയാ. മോനം മര്യാദയ്ക്ക് നടക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുത്താലുണ്ടല്ലോ, ഒന്ന് ഈ താഴ്വാരത്തിലെറിയും. മനസ്സിലാവടാ? ഇല്ലില്ല, ഇനി ഉണ്ടാവില്ല. അവരെ ഞാനിനി ശല്യം ചെയ്യില്ല. അവരെ നല്ല മേലിലാരെയും കേട്ടോടാ. പ്ലീസ് എന്റെ ഫോൺ ഓടാ. ഇല്ല സാർ, എന്നോടൊന്നും പറഞ്ഞില്ല. ഓക്കെ സാർ. വർഗീസ് സാറാ വിളിച്ചേ. അയാൾക്ക് എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് പോകാൻ? ആരെവിടെ പോയെന്നാ ജോസേ? ആ വിഷ്ണുവേ, അയാളുടെ അച്ഛൻ എന്തോ അസുഖമാണെന്ന് പറഞ്ഞ് രാവിലെ പൊക്കളഞ്ഞു. അല്ല, അതെന്ത് പണിയാ കാണിച്ചത്? എന്ത് അർജന്റ് ആയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വർഗീസ് സാർ അത് തന്നെയാ ചോദിച്ചത്. എന്തെങ്കിലും അത്യാവശ്യം കാണും, അല്ലാതെ ഇപ്പൊ എന്താ? കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, അയ്യോ സാർ, ഒരു മിനിറ്റ് സാർ, പ്ലീസ് ഒരു മിനിറ്റ്. എന്താ കുഞ്ഞച്ചാ, കുറെ നാളായല്ലോ കണ്ടിട്ട്. എവിടെ ആയിരുന്നു സാർ? അതെ, ഞാൻ 3-4 ദിവസമായിട്ട് തിരുവനന്തപുരത്തായിരുന്നു. നമ്മുടെ പാർട്ടിയുടെ ഫണ്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ ഒന്നും നടന്നില്ല. അതെന്ത് പറ്റി? അതെ, ഈ നമ്മുടെ വിഷ്ണു സാറിനൊപ്പം കൂടിയപ്പോ കാര്യങ്ങളൊക്കെ ഒരുവിധം നല്ല രീതിയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് സാർ, മനസ്സാക്ഷിയുള്ള ഒരാളാണ് വിഷ്ണു സാർ. എന്റെ അടുത്ത് പോലും പറയാതെ അയാൾ പോയത്. ഈ പേടിപ്പിച്ചോടിച്ചാ പിന്നെ പറയാൻ പറ്റുമോ സാറേ? പേടിപ്പിച്ചോടിച്ചോ? ആര്? അത് പിന്നെ പറയടോ. ജീവൻ. ജീവനോ? ആ ജീവൻ. ജീവൻ എന്തിനാ വിഷ്ണുവിനെ ഓട്ടിക്കണം? അതെ, ജനിക്കുഞ്ഞ് കോളേജിൽ നിന്ന് വരുമ്പോ വിഷ്ണു സാറ് ജനിക്കുഞ്ഞിന്റെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷേ അത് ജീവൻ ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിലും ഈ ജനിക്കുഞ്ഞോട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്ന കേട്ടാ പിന്നെ ജീവൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ അവർ 1-2 പറഞ്ഞ് വഴക്കായി. അങ്ങനെ നടന്നാൽ തന്നെ എന്താ തെറ്റ്? ജീവൻ അതിനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് വിഷ്ണു പോയതെന്ന് ഞാൻ വിശ്വസിക്കില്ല. അത് തന്നെയാ കാരണം. പിന്നെ സാറേ, അവര് തമ്മിൽ സാർ അറിയാത്തൊരു ബന്ധമുണ്ട്. ആര് തമ്മിൽ? നമ്മുടെ ജീവനും ജനിക്കുഞ്ഞും തമ്മിൽ. സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നവരെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ. ഇതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് ഒരു കാര്യവും പറയാതെ. പിന്നെ എന്ന് പറഞ്ഞ് സത്യമല്ലാവത്തില്ലല്ലോ സാർ. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല സാർ. കുറെ നാളായിട്ട് ഞാൻ കാണുമോ സാർ, പലയിടത്തും പലവട്ടം. പിന്നെ സാറിനോട് ഞാൻ കണ്ടെന്ന് പറഞ്ഞോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, സാർ ഒരു കാര്യം ചെയ്യും, സൂക്ഷിച്ചാൽ സാറിന് കൊള്ളാം.
ആഹാ, പപ്പ നേരത്തെ വന്നോ? നിന്റെ അമ്മ എവിടെ? ജയന്റിയുടെ അടുത്ത് പോയി. എന്താ പപ്പ, എന്തു പറ്റി? കമ്പനിയിൽ എന്തെങ്കിലും? ചായ എടുക്കട്ടെ പപ്പ? വേണ്ട, നിക്ക്. എന്താ പപ്പ? പപ്പയ്ക്കിത് എന്തു പറ്റി? പപ്പ എന്താ പ്രശ്നം? ഞാൻ പോയി മമ്മിയെ വിളിക്കട്ടെ? വേണ്ട. എന്തു പറ്റി പപ്പ? പപ്പയുടെ കണ്ണില് മോൾ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയാ. പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ നീ വലിയൊരു പെണ്ണാ. മുഖവരയില്ലാതെ ഞാൻ ചോദിക്കട്ടെ, നീയും ജീവനും തമ്മിൽ പപ്പ ഞാൻ എനിക്കറിയാം എന്റെ മോൾ അങ്ങനത്തെ വിവരക്കേടൊന്നും കാണിക്കില്ലെന്ന്. ഇത് ചുമ്മാ ആളുകൾ ഒരുമാതിരി മനുഷ്യനെ തീറ്റിക്കാൻ ഇല്ലേ? ഹലോ, ജീവൻ എവിടെയാ? വീട്ടിലുണ്ടല്ലോ. എന്താ? പപ്പ എല്ലാം അറിഞ്ഞു എന്നാ തോന്നുന്നേ. എങ്ങനെ? അറിയില്ല, പക്ഷെ എന്നോട് ചോദിച്ചു. നീ എന്തു പറഞ്ഞു? ഒന്നും ഞാൻ പറഞ്ഞില്ല, പറയാൻ പറ്റിയില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു ജീവ. തൽക്കാലം ഫോൺ വെക്ക്, നേരിൽ കാണാം. ഓക്കെ. എന്തു പറ്റി? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കാണല്ലോ, മുഖത്തെന്താ ഒരു വല്ലായ്മ? ജനി എവിടെ? അവള് കിടന്നു, അവൾക്ക് തലവേദനയാന്ന് പറഞ്ഞു, ഒന്നും കഴിച്ചൂല. എന്താ? നമ്മൾ വിചാരിച്ച പോലെ അല്ല. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നുണ്ടോ എന്നൊരു സംശയം. ആ കുഞ്ഞച്ചൻ ഇന്നലെ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ ഇപ്പൊ ഒരു സംശയം. എന്തിനു പറ്റിയ? നമ്മുടെ മോളും ആ ജീവനും തമ്മിൽ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ബന്ധമല്ല. എന്റെ മാതാവേ, പതുക്കെ പറ, അവള് കേൾക്കും. പിന്നല്ലാതെ ഞാൻ അവളോട് ചോദിക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഇപ്പം എടുത്തിയാടണ്ട. ഞാൻ അവളോട് ചോദിച്ചു, എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. കള്ളം പറയാൻ അനുവദിച്ചില്ല. ചിലപ്പം എനിക്കത് താങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? തൽക്കാലം നീ അവളോടൊന്നും ചോദിക്കണ്ട. കൂട്ടുകാരന്റെ മകനല്ലേ, കൂടപ്പറപ്പാ, അതാ ഇതാന്നും പറഞ്ഞോണ്ട് ഇച്ചായ തന്നെ എല്ലാത്തിനും കൂട്ടുതന്ന. ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താണോ? കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അമ്പലത്തിലും അങ്ങാടിയിലും അവിടെ ഇവിടെയൊക്കെ ബൈക്ക് കയറി ഇച്ചാനെല്ലാം അങ്ങ് അനുവദിക്കും. അന്ന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുന്ന നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലോ. വരട്ടെ, ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്.